എല്ലാവർക്കും ശിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ അതെ ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ, നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മുട്ട ബജി ഇല്ലേ, അതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ട്ടാ. അതും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു ബജി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയും കൂടിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ട്ടാ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടാ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ഇതിനായിട്ട് 4 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ദേ വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഈ മുട്ടയും കൂടി ഒന്ന് ഇട്ടിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ട്ടാ. ഇനി ഒരു പാത്രത്തിലേക്ക് 3/4 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ട്ടാ. അതിനുശേഷം കുറച്ച് കായത്തിന്റെ പൊടി, അപ്പൊ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറവ് മതി. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടാ. ഇനി ഇതിലേക്ക് ഉണ്ടല്ല നമുക്ക് ഒരു സവോള, ഇത് വളരെ ചെറിയ സവോളയാണ്, അത് വളരെ നൈസായിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതിലേക്കൊന്ന് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടാ. പിന്നീടല്ല കുറച്ച് മല്ലിയില, ഇത് നമുക്ക് വളരെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്, അതും നമ്മൾ ചെറുതാക്കി ഒന്ന് അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ ഇതിലേക്ക് വെള്ളം, അപ്പം നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 3/4 കപ്പോളം വെള്ളം തന്നെയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം എപ്പോഴും കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കണം കേട്ടോ. ലൂസായി കഴിഞ്ഞാൽ ഇത് മുട്ടയും ഒട്ടി പിടിക്കൂല. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മുട്ട വേറെ ആയിട്ടും ബാറ്റർ വേറെ ആയിട്ടായിട്ടും കിട്ടുക. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ ഇനി എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ മുട്ട ഞാനിവിടെ തോടൊക്കെ കളഞ്ഞു എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ നടു ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റാക്കി വെച്ചിട്ട് തന്നെ ഒന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ അതേ മുറിച്ചെടുത്തത് ഈ ബാറ്ററിലേക്ക് ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിനെ ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ അതേ ഒരു 4 ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു ഏകദേശം ഒന്ന് ആയി കഴിയുമ്പോൾ അതിനെ നമുക്കൊന്ന് തിരിച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അതേ അതിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്കായിട്ടുള്ള കളറായിട്ട് അത് മാറും. അപ്പം അതെ ഈ ഒരു പരുവത്തിൽ ആയിട്ട് വരുമ്പോൾ നോക്കി അതിൻ്റെ കളർ കണ്ട ചേഞ്ച് ആയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇനിയും ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. അതേ നോക്കിയാൽ നമ്മുടെ മുട്ട ബജി ഇവിടെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ബാറ്ററൊക്കെ കണ്ടില്ലേ, അതുമ്പോൾ നന്നായിട്ട് പിടിച്ച് കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഇതിനെ നമുക്കൊന്ന് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഇത്രയാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഇനി മുട്ട ബജി. ഇനി ഉണ്ടല്ലോ ഇതിലേക്ക് ഒരു ചമ്മന്തിയും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതേ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 ചെറുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതേ കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി ഇതേപോലെ ഒന്ന് അരിഞ്ഞതും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം പുളിയാണ്. അതും കൂടി ഇട്ടിട്ട് ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ അതേ കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഇതും കൂടിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട ബജിക്ക് വേണ്ട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതേ ഞാനിതിന് ഒരു വാഴയിലേക്ക് വെച്ചിട്ട് ഒരു ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ബജിയാണ്. അതിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് 4 മണിക്കൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനി നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.